Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പ്രോജക്റ്റിൻ്റെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ സോഴ്സസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ കുറേയധികം ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ്, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്സും അല്ലേ ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുന്നത്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് അതിലൂടെ കിട്ടുക. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി ആൾട്ടർനേറ്റീവ്സ് നമുക്ക് കിട്ടുന്നു. ഇതിൻ്റെ സോഴ്സസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ഐഡിയാസ് വളരെ കൂടുതലുണ്ടാവും. എല്ലാ ഐഡിയാസും നമുക്ക് ചിലപ്പോൾ സ്യൂട്ടബിൾ ആയിരിക്കണം എന്നില്ല അല്ലേ. കാരണം ഒരു ഓൺട്രപ്രണറുടെ കേപ്പബിലിറ്റി അല്ലേ, കമ്പാറ്റബിലിറ്റി, അവരുടെ റിസ്ക് ആപ്പറ്റൈറ്റ് അല്ലെങ്കിൽ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ, അങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മളൊരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നിശ്ചയിക്കുക. അപ്പോൾ എല്ലാ പ്രോജക്റ്റിനും ഓൺട്രപ്രണറുടെ എല്ലാ തരത്തിലുള്ള അല്ലേ, ഓൺട്രപ്രണർ ആവശ്യപ്പെടുന്ന, റിക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന, ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ ക്വാളിറ്റീസും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലേ, ക്വാളിറ്റി ഫുൾഫിൽ ചെയ്യാത്ത അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാത്ത കുറേയധികം ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ്സ് നമ്മൾ വെറുതെ അനലൈസ് ചെയ്ത് സമയം കളഞ്ഞ് ഡാറ്റ കളക്ട് ചെയ്ത് അല്ലേ, ഒരു പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കണമെങ്കിൽ അതിനാവശ്യമായിട്ട് ഒട്ടനവധി അല്ലേ, ചിലപ്പോൾ സർവേ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഡാറ്റ കളക്ഷന് വേണ്ടി ചില ആൾക്കാരെ ഏർപ്പെടുത്തേണ്ടി വരും, അതിന് ഡോക്യുമെൻ്റ് ചെയ്യണം അല്ലേ. ഇങ്ങനെ കുറേയധികം വർക്കുകളുണ്ട്. അപ്പോൾ അവിടെ എഫേർട്ട് വരും, ടൈം ഇൻവോൾവ് ചെയ്യുന്നു, മണി ഇൻവോൾവ് ചെയ്യുന്നു, കോസ്റ്റ് ഉണ്ടാവുന്നു അല്ലേ. ഇങ്ങനെ എല്ലാം ഇൻവോൾവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കിയാൽ ബാക്കിയുള്ളതിനെ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്ത് ഫോർമുലേറ്റ് ചെയ്താൽ മതിയാവും. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് പ്രോജക്റ്റ് ഐഡിയാസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു സ്ക്രീനിങ്ങിന് വിധേയമാക്കുന്നു. ക്ലിയർ. അപ്പോൾ ഈ സ്ക്രീനിങ്ങിനെയാണ് പ്രോജക്റ്റ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ക്ലിയർ. സോ പ്രോജക്റ്റ് സ്ക്രീനിങ് അല്ലെങ്കിൽ സ്ക്രീനിങ് ഓഫ് പ്രോജക്റ്റ് ഐഡിയ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, സോ ബിസിനസ് ഐഡിയ ഇസ് ഡിസ്കവേർഡ്, screening of this idea is carried out. The need for screening of the ideas arises because of all the ideas generated may not be promising, may not be rewarding, may not be fulfilling, or may not satisfy to the needs of entrepreneur. അപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഓൺട്രപ്രണർക്ക് സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ പ്രോഫിറ്റബിലിറ്റി, പ്രോഫിറ്റ് എക്സ്പെക്റ്റേഷൻ, റിസ്ക് റിട്ടേൺ അല്ലേ, അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ അവർക്ക് സാധ്യമാക്കുന്ന പ്രോജക്റ്റുകൾ വെച്ച് ബാക്കി അതിനെ ഫുൾഫിൽ ചെയ്യാത്ത, ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാത്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ആക്ടിവിറ്റി പെർഫോം ചെയ്യും, അതിന് സ്ക്രീനിങ് എന്ന് പറയാം. സോ ഓൺലി ദ മോസ്റ്റ് പ്രോമിസിങ് ആൻഡ് മോസ്റ്റ് പ്രോഫിറ്റബിൾ ഐഡിയാസ് ആർ ടു ബി സെലക്റ്റഡ് ഫോർ ഫർദർ സ്റ്റഡി. ക്ലിയർ. അതർവൈസ് വി മേ അല്ലേ, നമ്മൾ സാധാരണ നമ്മുടെ എനർജിയും എഫേർട്ടും കോസ്റ്റും എല്ലാം നമ്മളിൽ എല്ലാത്തിലും വേണ്ടി ഡിവോട്ട് ചെയ്യുമ്പോൾ അതിന് കുറേ സമയമെടുത്ത് മാറും അല്ലേ. എല്ലാം അനലൈസ് ചെയ്തിട്ട് നോക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കുന്നു. ഓക്കെ. സോ സച്ച് പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് പ്രോജക്റ്റ് ഐഡിയ with a view to selecting the best and promising idea after eliminating the unprofitable and unwanted ideas is called as screening of the project. Screening of project idea അല്ലെങ്കിൽ project screening. അപ്പോൾ ഈ സ്ക്രീനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അൺവാണ്ടഡ് അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള, അൺഫുൾഫില്ലിംഗ് ആയിട്ടുള്ള, അൺസാറ്റിസ്ഫയബിൾ ആയിട്ടുള്ള, നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, പ്രോഫിറ്റബിലിറ്റി എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാത്ത ഐറ്റത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കും. അപ്പോൾ കുറച്ച് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് അത് ഓൺട്രപ്രണറിൽ സ്പെസിഫിക് ആയുള്ള കുറച്ച് ക്രൈറ്റീരിയ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റിസ്കോ റിട്ടേണോ റിവാർഡോ അല്ലേ, അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റിയോ, അതല്ലെങ്കിൽ ചില സോഷ്യൽ കസ്റ്റം അല്ലെങ്കിൽ റിലീജിയസ് ബിലീഫ്, കസ്റ്റം, പ്രാക്ടീസസ്, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ എഗൻസ്റ്റ് ആയിട്ടുള്ള ചില ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഇത് പറ്റില്ല അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിക്വർ അല്ലേ, ലിക്വർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ലിക്വർ സെയിൽസ് അല്ലെങ്കിൽ ലിക്വർ ട്രേഡിങ്. അപ്പോൾ ചില ആളുകൾക്കത് വേണ്ടാന്ന് തോന്നുന്നുള്ള അല്ലേ, സോഷ്യൽ കസ്റ്റമോ അല്ലെങ്കിൽ അവരുടെ കൾച്ചറോ പെർമിറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ റിലേറ്റഡ് ആയിട്ടുള്ള നോൺ വെജിൻ്റെ ഫുഡ് പ്രോസസ്സിങ്, അങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രി ചിലപ്പോൾ ചില വെജിറ്റേറിയൻ ആയിട്ട് കൾച്ചറിലുള്ള വരുന്ന ഒരാൾക്കത് അക്സെപ്റ്റബിൾ ആവില്ല. അപ്പം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഏറ്റവും മോസ്റ്റ് പ്രോമിസിങ് ആയിട്ടുള്ളതിനെ മാത്രം
ഫർദർ അനാലിസിസിന് വേണ്ടി എടുക്കുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എലിമിനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന പേരാണ് പ്രോജക്റ്റ് സ്ക്രീൻ. So screening of the idea is not detailed evaluation, it's only a preliminary evaluation. Clear? നിങ്ങൾ ഒരു പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മളവിടെ ഒരു ആപ്ലിക്കൻറ്റിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആദ്യം എന്താ ചെയ്യുക? ആപ്ലിക്കേഷൻ കളക്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? ക്വാളിഫിക്കേഷനൊക്കെ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതില്ലാത്ത ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. നമ്മൾ ഡിഗ്രിക്ക് അപേക്ഷ ക്ഷണിച്ചു എന്ന് വിചാരിക്കുക, മിനിമം ക്വാളിഫിക്കേഷൻ ഹയർ സെക്കൻഡറി അല്ലേ, നിശ്ചയ ശതമാനം മാർക്കാണ്. അതില്ലാത്ത ആൾക്കാരെ നമ്മൾ വീണ്ടും ഇൻഡെക്സ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഒക്കെ വെരിഫിക്കേഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതില്ല എന്ന് തോന്നുമ്പോൾ അതിനെ മാറ്റുന്നു, എന്നിട്ട് ബാക്കിയുള്ളവരെ മാത്രം വെച്ചിട്ടാണ് ഇൻഡെക്സ് ഒക്കെ തയ്യാറാക്കുക. അതുപോലെ ഇവിടെയും അൺവാണ്ടഡ് പ്രോജക്റ്റുകൾ നമ്മൾ ഒഴിവാക്കുന്നു. സോ ബട്ട് ഇറ്റ് ഈസ് an attempt to select the most worthwhile ideas ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഐഡിയാസ് ജനറേറ്റഡ്. കുറേയധികം ഐഡിയയിൽ നിന്നും ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ളതിനെ മാത്രം നമ്മൾ എടുക്കുന്നതിന് വേണ്ടി അൺവാണ്ടഡ് ആയിട്ടുള്ളതിനെ എലിമിനേറ്റ് ചെയ്യുന്നു. ക്ലിയർ? ഓക്കെ. സോ ദിസ് ഈസ് ഡൺ ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ക്ലിയർ? അപ്പോൾ ക്രൈറ്റീരിയ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അത് ഈ സ്ക്രീനിങ് ചെയ്യാം. എങ്ങനെ സ്ക്രീൻ ഔട്ട് ചെയ്യാം അല്ലേ? ഒന്ന്, കമ്പാറ്റബിലിറ്റി വിത്ത് ദ എൻ്റർപ്രണറുടെ ആസ്പിറേഷൻ, ഗോൾസ്, ഒബ്ജക്റ്റീവ് അല്ലേ, ഇതുമായിട്ടൊക്കെ കമ്പാറ്റബിൾ ആണോ അല്ലേ? ഓരോ ആളും ബിസിനസ് ചെയ്യുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാവും, ഒരു ഗോൾ ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അതിനെല്ലാം ഫുൾഫിൽ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അതിന് എഗൻസ്റ്റ് ആണോ? അപ്പോൾ അതാണ് ഇവിടെ കമ്പാറ്റബിലിറ്റി, കൺഫോമിറ്റി എന്നൊക്കെ നമ്മൾ പറയും. ക്ലിയർ? അപ്പോൾ എൻ്റർപ്രണറുടെ ഡ്രീമുമായിട്ട് എക്സ്പെക്റ്റേഷനുമായിട്ട് അതിന് കൺഫോമിറ്റി ഉണ്ടോ, കമ്പാറ്റബിലിറ്റി ഉണ്ടോ നോക്കണം. ഇല്ലാത്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കും. ഉള്ളതിനെ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. ഓക്കെ. കൺസിസ്റ്റൻസി വിത്ത് ദി ഗവൺമെൻറ് റെഗുലേഷൻ ആൻഡ് പ്രയോറിറ്റീസ് അല്ലേ? ഒരു പ്രോജക്റ്റ് ഐഡിയ കുറേ നമ്മൾ ജനറേറ്റ് ചെയ്തു, ആ ഐഡിയയിൽ വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഐഡിയ തോന്നി, പക്ഷേ ഗവൺമെൻറ് പോളിസി എഗൻസ്റ്റ് ആണ്, ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ അതിന് സമ്മതിക്കുന്നില്ല. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്കത് നടപ്പിലാക്കാൻ പറ്റുമോ അല്ലേ? ഫോർ എക്സാമ്പിൾ ലിക്വർ മാനുഫാക്ചറിങ്, ചില സംസ്ഥാനങ്ങളിൽ ലിക്വർ ട്രേഡിങ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ പോയിട്ട് നമുക്കത് മാനുഫാക്ചറിങ്ങോ ട്രേഡ് ചെയ്യാനോ പറ്റുമോ? ഈവൻ ദോ ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ് പോളിസിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. വാട്ട് ഈസ് റെഗുലേഷൻ അല്ലേ? ഇപ്പോഴത്തുള്ള റെഗുലേഷൻ എന്താണ്? ക്ലിയർ? അപ്പോൾ അതിൻ്റെ പ്രയോറിറ്റീസ് എന്തൊക്കെയായിരിക്കും? ഗവൺമെൻറ് ഏതിനാണ് പ്രാധാന്യം നൽകുന്നത്, ഏതിന് പ്രാധാന്യം നൽകുന്നില്ല? ക്ലിയർ? അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിന് എഗൻസ്റ്റ് ആയിട്ടുള്ള റൂൾസോ റെഗുലേഷൻ എഗൻസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. അങ്ങനെ ഉള്ളതിന് എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. ക്ലിയർ? ദെൻ അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിഗണിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻപുട്ടിൻ്റെ അവൈലബിലിറ്റി. ക്ലിയർ? പ്രോജക്റ്റ് ഐഡിയ അല്ലേ, നമുക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം വന്നു, കുറേ പൈസയുണ്ട്, ഓക്കെ ബിസിനസ് തുടങ്ങാം, ഓൺടർപ്രണർ ആവാൻ പോവാണ്. അപ്പോൾ നമ്മൾ കുറേ സെർച്ച് ചെയ്ത് നോക്കി, നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, ഇഷ്ടം പോലെ ഐഡിയ കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയ ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും പ്രോഫിറ്റും അതിൻ്റെ ഒരു സ്കീമൊക്കെ കൊടുത്തിരിക്കുന്നു, പ്രോജക്റ്റിൻ്റെ ബ്രീഫൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത്ര റവന്യൂ ഉണ്ടാക്കാം, നിങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഇത്ര റവന്യൂ ഉണ്ടാക്കാൻ പറ്റും, ഇത്ര ശതമാനം പ്രോഫിറ്റ് കിട്ടും. ക്ലിയർ? 50% പ്രോഫിറ്റാണോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനാവശ്യമായുള്ള ഇൻഗ്രീഡിയൻസോ കമ്പോണൻസോ റോ മെറ്റീരിയലോ ഇൻപുട്ടോ നമുക്കിവിടെ കിട്ടില്ലെങ്കിലോ അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ക്ലിയർ? അത് റെസ്ട്രിക്റ്റഡ് ആണെന്ന് വിചാരിക്കുക, അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തോടെ ഉറപ്പാക്കണം? അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ് ഉണ്ടോ, ഈവൺ ഇഫ് ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ, ഈവൺ ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ലോസ് ആൻഡ് റെഗുലേഷൻ. ക്ലിയർ? അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ് ഉണ്ടോ നോക്കണം. അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ് പ്രോബ്ലമാണ്, തുടർന്ന് കിട്ടില്ല, അല്ലെങ്കിൽ എപ്പോഴെങ്കിലേ കിട്ടുള്ളൂ, തടസ്സം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഈ ഐഡിയ എന്ത് ചെയ്യേണ്ടി വരും? ഒഴിവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇൻപുട്ടിൽ മെറ്റീരിയൽ നോക്കണം, ലേബർ നോക്കണം, ക്യാപിറ്റൽ നോക്കണം, പവർ നോക്കണം, വാട്ടർ സപ്ലൈ, ഇൻഫ്രാസ്ട്രക്ചർ. ക്ലിയർ? ചില ഇൻഡസ്ട്രീസിനൊക്കെ വളരെ കൂടുതൽ വാട്ടർ സപ്ലൈ ആവശ്യമായിട്ട് വരും. ക്ലിയർ? ചിലതിന് വളരെയധികം പവർ കൺസംഷൻ ആവശ്യമായിട്ട് വരും. ഇതൊന്നും ഉടനെ കിട്ടില്ല എങ്കിൽ പിന്നെ അത്തരത്തിലുള്ളൊരു ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഈവൺ ഇഫ് ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ. ക്ലിയർ? അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ട് ഉള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യും. ഇത് അതല്ലാത്ത പ്രോബ്ലമാറ്റിക് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. ക്ലിയർ? ദെൻ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് അല്ലേ? പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാനും അല്ലേ, അതിലൂടെ നമുക്ക് റവന്യൂ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷേ പ്രോഡക്റ്റിന് മാർക്കറ്റിംഗ് പ്രോബ്ലം ആണെന്ന് വിചാരിക്കുക, മാർക്കറ്റിംഗ് ഫെസിലിറ്റി ഇല്ല, അല്ലെങ്കിൽ മാർക്കറ്റിൽ ആവശ്യമായിട്ടുള്ള രീതിയിൽ പെനിട്രേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഓക്കെ. The size of the present market must offer
ദ പ്രോസ്പെക്ട്സ് ഓഫ് ആഡിക്വേറ്റ് സെയിൽസ് വോളിയം അല്ലേ. നിലവിലുള്ള മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആണ്, ഇനി അതിൽ പുതിയതായിട്ട് സെയിൽസ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, പുതിയ പ്ലെയേഴ്സിനൊന്നും വരാനുള്ള സാധ്യതയില്ല. ഓക്കെ, അങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമുക്ക് എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഈ പ്രോജക്റ്റ് ഐഡിയ മുന്നോട്ട് കൊണ്ടുപോകാനില്ല. അപ്പോൾ അത് ഒഴിവാക്കേണ്ടി വരും. അല്ല, ഇതിലൊക്കെ പോസിബിലിറ്റി ഉണ്ടെങ്കിലോ ഡൊമസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പോർട്ടായിട്ടോ ഫോറിൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലോ സെയിൽസ് പ്രൊമോഷനോ അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്സോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, പൊട്ടൻഷ്യൽ ഡിമാൻഡ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും വോള്യം മാർക്കറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഡിമാൻഡ് സർപ്ലസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, എക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. അതർവൈസ് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ ഐഡിയ എലിമിനേറ്റ് ചെയ്യേണ്ടത്, സ്ക്രീൻ ഔട്ട് ചെയ്യേണ്ടി വരും. ക്ലിയർ? സോ അതുപോലെ പ്രോഫിറ്റബിലിറ്റി അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എൻ്റർപ്രണർ നോക്കുന്നതാണ് പ്രോഫിറ്റബിലിറ്റി അല്ലേ. ഒരു എൻ്റർപ്രണർക്ക് 20% റേറ്റ് ഓഫ് റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 20% കൂടുതൽ, 20 അതിൽ കൂടുതലോ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്ന പ്രോജക്റ്റുകൾ മാത്രം സെലക്ട് ചെയ്യുന്നു അല്ലേ. അതിൽ കുറഞ്ഞ് വരുന്ന പ്രോജക്റ്റിലൊക്കെ എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഒരു ക്രൈറ്റീരിയനായിട്ട് ഉപയോഗിക്കാം. കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് അല്ലേ. ഏതൊരു പ്രോജക്റ്റും ബിസിനസ് ഐഡിയ നമ്മൾ നടപ്പിലാക്കണമെങ്കിൽ എന്ത് വേണം, കോസ്റ്റ് ഇൻവോൾവ് ചെയ്യും. എന്ത് കോസ്റ്റൊക്കെ വരും, ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ വരുള്ളൂ, പക്ഷേ ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീ ചെയ്യണം അല്ലേ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിൽ എന്തൊക്കെ വരും, അവിടെ ഒട്ടനവധി ഐറ്റംസ് വരാം അല്ലേ. ഓക്കെ, പ്ലാന്റ് വേണം, ലാൻഡ് വേണം, മെഷീനറി വേണം അല്ലേ. ഇതിനെല്ലാം വളരെ കൂടുതൽ ക്യാപിറ്റൽ കോസ്റ്റ് വരുന്നുവെങ്കിൽ, അത്രയും പൈസ നമുക്ക് മുടക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഐഡിയ എന്ത് ചെയ്യേണ്ടി വരും, ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അല്ല, അതിന് സാധ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങാം. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഒരു കമ്പനിയുടെ കോസ്റ്റ് സ്ട്രക്ചർ നോക്കിയിട്ട് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്രയാണ്, ലേബറിൻ്റെ കോസ്റ്റ് എത്രയാണ്, ഓവർഹെഡ് എത്ര വരുന്നുണ്ട്, ഫാക്ടറി ഓവർഹെഡ് എത്ര വരുന്നു, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എത്ര വരുന്നുണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എങ്ങനെ വരും, സർവീസ് കോസ്റ്റുകൾ ഏതൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് നമ്മൾ കോസ്റ്റിനെ കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കുന്നു. ക്ലിയർ? അത്രയും കോസ്റ്റൊക്കെ ബിയർ ചെയ്തിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സെല്ലിംഗ് പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റുമോ, അത് ഉണ്ടെങ്കിൽ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ തുടങ്ങും. അതല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ സ്ക്രീൻ ഔട്ട് ചെയ്യേണ്ടി വരും. ക്ലിയർ? സോ ദാറ്റ് ഈസ് അനദർ ക്രൈറ്റീരിയ. സോ നെക്സ്റ്റ് വൺ ഈസ് ലെവൽ ഓഫ് റിസ്ക് അല്ലേ. ഒരു ബിസിനസ് ഉണ്ടാകുന്ന ലെവൽ ഓഫ് റിസ്ക് എന്താണ്. ക്ലിയർ? റിസ്ക് വളരെ കൂടുതലുള്ള കേസാണെങ്കിൽ ഓൺടർപ്രണർ റിസ്ക് അവേഴ്സ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്യേണ്ടി വരും അല്ലേ. മറിച്ച് ഓൺടർപ്രണർ വളരെയധികം റിസ്ക് സീക്കിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലേ, യങ് ആയിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് റിസ്ക് എത്രയാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലോ നമുക്കത് തുടങ്ങേണ്ടി വരും അല്ലേ. അപ്പോൾ റിസ്കിൻ്റെ ലെവൽ എന്താണെന്ന് നോക്കി, മോഡറേറ്റ് റിസ്ക് ആണോ, ഹൈ ലെവൽ റിസ്ക് ആണോ, അല്ലെങ്കിൽ അല്ലേ സൈക്ലിക്കലോ സീസണൽ വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ടോ, കോമ്പറ്റീഷൻ്റെ നേച്ചർ എന്തായിരിക്കും, ടെക്നോളജിക്കൽ ലാപ്സ് വരാനുള്ള സാധ്യതയുണ്ടോ, ഒബ്സലേറ്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ടോ, ചേഞ്ച് ഇൻ ഡിമാൻഡോ ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം ഉണ്ടോ. ക്ലിയർ? ഇങ്ങനെയുള്ള കുറേയധികം നോക്കി, ലെവൽ ഓഫ് റിസ്ക് ഒക്കെ നോക്കി, ക്ലിയർ, റിസ്കിൻ്റെ അക്സെപ്റ്റബിലിറ്റി, ക്ലിയർ, ഓൺടർപ്രണറുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി, ഇതിനെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ബിസിനസ് സെലക്ട് ചെയ്യുക. അങ്ങനെ ഇല്ലാത്തതിന് നമ്മൾ റിജക്റ്റ് ചെയ്യും, ഉള്ളതിനെ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. ക്ലിയർ? അല്ലെങ്കിൽ അതിനെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തും. ദെൻ അതർ ഫാക്ടേഴ്സ്, മറ്റുള്ള ഫാക്ടേഴ്സും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് സ്ക്രീനിങ് സമയത്ത്. എന്തൊക്കെയാണത്? ദർ ഈസ് പേ ബാക്ക് അല്ലേ, ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എത്ര സമയം കൊണ്ട് തിരിച്ചു കിട്ടുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ പ്രോജക്റ്റുകൾ വേണോ വേണ്ടതെന്ന് വെക്കാം. അതുപോലെ എക്സ്പെക്റ്റഡ് ലൈഫ് അല്ലേ, ഒരു പ്രോജക്റ്റിൻ്റെ ലൈഫ് എത്രയാണോ, 2 വർഷം കൊണ്ട് കഴിയുന്ന ഒരു പ്രോജക്റ്റാണോ, 4 വർഷം കൊണ്ട് കഴിയുന്ന ഒരു പ്രോജക്റ്റാണോ, അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് കഴിയുന്നതാണോ, 25 വർഷം കൊണ്ട് കഴിയുന്നതാണോ. അപ്പോൾ എക്സ്പെക്റ്റഡ് ലൈഫ് ഓഫ് പ്രോജക്റ്റ് നോക്കണം, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് നോക്കണം. ഇതിലൊക്കെ നമുക്ക് വളരെയധികം ഡിസൈസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നോക്കി ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അതോട്ട് വെച്ചത് ഡ്രോപ്പ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലാണ് പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ വരുന്നത്. ക്ലിയർ? അപ്പോൾ സ്ക്രീനിങ് വരുന്നത്. സോ പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഇൻക്ലൂഡ്സ് ജനറേഷൻ ഓഫ് എ പ്രോജക്റ്റ് ഐഡിയ ആൻഡ് ഇറ്റ് സ്ക്രീനിങ്. ക്ലിയർ? ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുകയും അതിൽ നിന്നും കുറേയധികം ഐഡിയയിൽ നിന്നും ആവശ്യമില്ലാത്തതിനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആവശ്യമുള്ളതിന് മാത്രം എടുക്കുന്ന സ്ക്രീനിങ് ചെയ്യുക എന്നുള്ളതാണ് പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റേജ്. ക്ലിയർ? അപ്പോൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ മാനേജ്മെൻ്റ് ആയിട്ട് എടുക്കുമ്പോൾ അതിൽ ഒരു 5-6 സ്റ്റെപ്പ് വരും. ക്ലിയർ? അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത്, പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. ക്ലിയർ? പ്രോജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. ക്ലിയർ? ഓക്കെ. സോ പ്രോജക്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ
നമുക്കുള്ള ഒരു 6ഓളം സ്റ്റെപ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അതിൽ പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഒന്നാമത്തെ സ്റ്റെപ്പാണ്, ആദ്യമായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കേസ് വരുന്ന സമയത്ത് നമുക്കറിയാം പ്രോജക്റ്റിനെ ഫോർമുലേറ്റ് ചെയ്യണം. ക്ലിയർ? ദാറ്റ് ഈസ് കോൾഡ് പ്രോജക്റ്റ് ഫോർമുലേഷൻ. ഈ പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്താ? ഇങ്ങനെ നമ്മൾ സ്ക്രീൻ ഔട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ബാക്കി അവശേഷിക്കുന്ന പ്രോമിസിങ് ആയിട്ടുള്ള പ്രോജക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനാവശ്യമായുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നു. അതിൻ്റെ കോസ്റ്റ് എന്താണ്, ബെനിഫിറ്റ് എന്താണ് അല്ലേ, അതൊക്കെ നോക്കുന്നതിന് വേണ്ടി, അത് ടെക്നിക്കലി ഫീസിബിൾ ആണോ നോക്കാൻ വേണ്ടി അതിനാവശ്യമായിട്ടുള്ള ഡാറ്റ, ക്ലിയർ, ടെക്നിക്കൽ ഡാറ്റ, ഫിനാൻഷ്യൽ ഡാറ്റ, മാർക്കറ്റ് ഡിമാൻഡ്, അതിൻ്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സാധ്യത, ക്ലിയർ, ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ ത്രെറ്റ്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. അപ്പോൾ അതിനു വേണ്ടി അതൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു റിപ്പോർട്ട് പോലെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ക്ലിയർ? ഇങ്ങനെയുള്ള തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ ഒരു ബ്രീഫായിട്ടുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഒരു ബ്രീഫ് പോലെ ഉണ്ടാവും. അത് ക്ലിയർ, കൺസൈസ് ഫോമിൽ കിട്ടുന്ന ഒരു ഐഡിയ. അതിനെയാണ് നമ്മൾ ഫർദർ അനാലിസിസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അതിനുവേണ്ടി പ്രോജക്റ്റിന് എന്ത് ചെയ്യണം? നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം. ക്ലിയർ? അതിൻ്റെ ആവശ്യമുള്ള ഡാറ്റ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രീഫായിട്ട് അതിനെ സ്റ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെ സ്റ്റേറ്റ് ചെയ്തിട്ട് നമ്മളൊരു പ്രോജക്റ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രോജക്റ്റ് പ്രൊഫൈൽ. ചെറിയൊരു പ്രോജക്റ്റ് പ്രൊഫൈലാക്കിയിട്ട് തയ്യാറാക്കി വെക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് പ്രോജക്റ്റ് ഫോർമുലേഷൻ. ഇങ്ങനെയുള്ള പ്രോജക്റ്റ് ഫോർമുലേഷനിൽ നമ്മൾ വേറൊരു പേര് കൂടെ പറയുന്നതിനെ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് കൂടെ പറയും. എന്താ കാരണം ഇവിടെ നമ്മൾ ഒരു പ്രോജക്റ്റ് ഐഡിയ നമുക്ക് റിട്ടേണും റിസ്ക്കും നമ്മുടെ ക്രൈറ്റീരിയ ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ടെക്നിക്കലി അത് നടപ്പിലാക്കാൻ പറ്റില്ല. പക്ഷേ ഗവൺമെൻറ് പെർമിഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ടെക്നിക്കലി അത് നടപ്പിലാക്കാൻ പറ്റാത്തതായിരിക്കും അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ടെക്നിക്കൽ ഫീസിബിലിറ്റി ചെക്ക് ചെയ്യും. എന്ന് പറയുന്ന പേരാണ് ഫീസിബിലിറ്റി സ്റ്റഡി അല്ലെങ്കിൽ ഫീസിബിലിറ്റി അനാലിസിസ്. അപ്പോൾ ടെക്നിക്കലി അത് പോസിബിൾ ആണോ, സാങ്കേതികമായിട്ട് അത് നടപ്പിലാക്കാൻ പറ്റുമോ, നടപ്പിലാക്കാൻ പറ്റാത്തതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ക്ലിയർ? അതുപോലെ കൊമേഴ്ഷ്യലി അതിന് വയബിൾ ആണോ, ക്ലിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി കണ്ടക്ട് ചെയ്യുന്ന സ്റ്റഡിയാണ് ഫീസിബിലിറ്റി അനാലിസിസ് അല്ലെങ്കിൽ ഫീസിബിലിറ്റി സ്റ്റഡി. അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും? ഫീസിബിലിറ്റി കൂടെ സ്റ്റഡി ചെയ്യും. അങ്ങനെ ഫീസിബിൾ എന്ന് പറയുന്ന പ്രോജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രോജക്റ്റുകൾ മാത്രം നമ്മൾ പിന്നീട് ഫർദർ അനാലിസിസ് എടുക്കുന്നു. ഫീസിബിൾ അല്ലാത്ത പ്രോജക്റ്റുകളെ അവിടെ വെച്ച് തന്നെ ഒഴിവാക്കും. ഫീസിബിൾ ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു, കോൾഡ് പ്രോജക്റ്റ് അപ്രൈസൽ. ക്ലിയർ? അപ്പോൾ ഈ പ്രോജക്റ്റുകളെ ഇങ്ങനെ ഫീസിബിൾ ആയിട്ടുള്ള പ്രോജക്റ്റുകളെ നമ്മൾ അപ്രൈസൽ ചെയ്യുന്നു, വിലയിരുത്തുന്നു. ക്ലിയർ? ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ എത്രമാത്രം കോസ്റ്റുകൾ, ഫിക്സ്ഡ് കോസ്റ്റ് വരും, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്ര വരും, ക്ലിയർ, അതിന് എത്ര റോ മെറ്റീരിയൽ വേണം, എത്ര ലേബർ വേണ്ടി വരും, അങ്ങനെ എല്ലാ കോസ്റ്റ് സ്ട്രക്ചറും നോക്കി അതിൻ്റെ അല്ലേ, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി സ്റ്റഡീസൊക്കെ നടത്തി ക്യാഷ് ഫ്ലോ എബിലിറ്റി ഒക്കെ നോക്കി നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ജനറേഷൻ എബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി, ഇതൊക്കെ മനസ്സിലാക്കുന്നു. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ അപ്രൈസൽ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ്, മോഡേൺ മെത്തേഡ്സ് ഒക്കെ ആയിട്ട് കുറേ മെത്തേഡ് ഉണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ്, 1, 2 അല്ലെങ്കിൽ 3 മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ വിലയിരുത്തി നോക്കുന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ക്ലിയർ? എന്നിട്ട് അതിൽ ആ മെത്തേഡ് അനുസരിച്ച് ഇത് അക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്ന് നോക്കുന്നു. അപ്പോൾ ഈ എല്ലാ മെത്തേഡുകളും നമ്മൾ നോക്കുന്ന ഒരു കാര്യം കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. ക്ലിയർ? എത്ര കോസ്റ്റ് വേണ്ടി വരും, എത്ര ബെനിഫിറ്റ് അതിന് കിട്ടും. ക്ലിയർ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. പേ ബാക്ക് പീരീഡ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ പിന്നീട് പഠിക്കും. ക്ലിയർ? നെക്സ്റ്റ് വേറെ സെമിസ്റ്ററിൽ വരുമ്പോൾ പഠിക്കും. അപ്പോൾ പേ ബാക്ക് പീരീഡ് മെത്തേഡ് ഉണ്ട്. അതുപോലെ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയും, ARR കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും, പെർസെൻറ്റേജ്. ക്ലിയർ? അപ്പോൾ പേ ബാക്ക് ആണെങ്കിൽ എത്ര സമയം കൊണ്ട് നമ്മുടെ പ്രോജക്റ്റിൻ്റെ പൈസ തിരിച്ചു കിട്ടും, ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ തിരിച്ചു കിട്ടും നോക്കുന്നു. അതുപോലെ തന്നെ ARR ആണെങ്കിൽ എത്ര ശതമാനം റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ ഈ പ്രോജക്റ്റിന് കഴിയും നോക്കുന്നു. അതല്ലെങ്കിൽ മോഡേൺ മെത്തേഡൊക്കെ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. ക്ലിയർ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ ടൈം വാല്യൂ ഒക്കെ ഉണ്ട് അല്ലേ, പൈസയുടെ മണിയുടെ വാല്യൂ സമയം കഴിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ കിട്ടുന്ന റെസീറ്റ്, നമ്മൾ പ്രോഫിറ്റൊക്കെ ഫ്യൂച്ചറിലാണ് കിട്ടുക, പക്ഷെ നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഇപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഭാവിയിൽ കിട്ടാൻ സാധ്യതയുള്ള, ഫ്യൂച്ചറിൽ കിട്ടാൻ സാധ്യതയുള്ള നമ്മുടെ റിട്ടേണുകളെ അതിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് എമൗണ്ട് ആക്കി മാറ്റുന്നു. ക്ലിയർ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൊക്കെ ഉപയോഗിക്കും. അങ്ങനെ ഡിസ്കൗണ്ടിങ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് അതിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റും. ഇങ്ങനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റിയിരിക്കുന്ന ക്യാഷ് ഫ്ലോസിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസയെക്കാളും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്ര കൂടുതലാണ് നോക്കുന്നു. ക്ലിയർ? അങ്ങനെ അതിനാണ് നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയാം. അപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ, അതല്ലെങ്കിൽ IRR, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ക്ലിയർ? ഒരു കമ്പനിയുടെ ഈ പ്രോജക്റ്റിൻ്റെ ആക്ച്വൽ പ്രോഫിറ്റബിലിറ്റി എന്താണെന്ന് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ പറയും.
അതല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതല്ലെങ്കിൽ നെറ്റ് ടെർമിനൽ വാല്യൂ എന്ന് പറയുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും മെത്തേഡൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് മെത്തേഡ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു നോക്കുന്നു. ഈ ഓരോ മെത്തേഡിലും ഒരു പ്രോജക്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ ക്രൈറ്റീരിയ ഉണ്ട്, റിജക്റ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അക്സെപ്റ്റ് റിജക്റ്റ് ക്രൈറ്റീരിയ എന്ന് വെച്ചിട്ട് ഈ പ്രോജക്റ്റ് അക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്ന് നോക്കുന്നു. ഇങ്ങനെ ചെയ്തെടുക്കുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് പ്രോജക്റ്റ് അപ്രൈസൽ. ഇങ്ങനെ അപ്രൈസൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്തു, ടെക്നിക്കൽ ഫീസിബിലിറ്റി ഒക്കെ നേരത്തെ നോക്കി, ഈ പ്രോജക്റ്റിൻ്റെ അക്സെപ്റ്റബിലിറ്റി ഫിനാൻഷ്യൽ ടേംസിലും നോക്കി. ഇനിയിപ്പോൾ അടുത്ത് എന്താ ചെയ്യുക, ഒരു ഏറ്റവും നല്ലൊരു പ്രോജക്റ്റിനെ സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത് പറയുന്ന പേരാണ് 4ാമത്തെ സ്റ്റെപ്പ് വരുന്നത്, ദാറ്റ് ഈസ് പ്രോജക്റ്റ് സെലക്ഷൻ. പ്രോജക്റ്റിന് ഏറ്റവും നല്ലൊരു പ്രോജക്റ്റിന് ക്ലിയർ, ഒരു സിംഗിൾ പ്രോജക്റ്റിലേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ, കുറച്ച് പൈസയേ ഉള്ളൂ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിലേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു പ്രോജക്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ പ്രോജക്റ്റുകളെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റിജക്റ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ. അപ്പോൾ ഏത് പ്രോജക്റ്റിന് എടുക്കും, ഏറ്റവും നല്ല ബെനിഫിറ്റ് കിട്ടുന്ന അല്ലേ ഒരു പ്രോജക്റ്റിന് എടുക്കേണ്ടി വരും. അപ്പോൾ അതിനെ പ്രോജക്റ്റ് സെലക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോജക്റ്റൊക്കെ വരുമ്പോൾ നമ്മളതിനെ ആൾട്ടർനേറ്റീവ് പ്രോജക്ട്സ് അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്ട്സ് എന്ന് പറയും. ക്ലിയർ. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പ്രോജക്റ്റ് എടുക്കുന്നു അല്ലെങ്കിൽ വേറൊരു പ്രോജക്റ്റ് എടുക്കുന്നു, അങ്ങനെ 1, 2, 3 പ്രോജക്റ്റുകളെ കോമ്പിനേഷനായിട്ട് എടുക്കാം. ക്ലിയർ. അപ്പോൾ ഒരു പ്രോജക്റ്റിൻ്റെ സെലക്ഷൻ മറ്റൊരു പ്രോജക്റ്റിനൊന്നും ബാധിക്കില്ല. ഓക്കെ. അങ്ങനെ വരുമ്പോൾ നമ്മളതിനെ ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ പ്രോജക്റ്റുകൾ സെലക്ട് ചെയ്യുന്നു. ഇനി പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ സെലക്ട് ചെയ്ത പ്രോജക്റ്റിന് എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനാണ്. ഈ പ്രോജക്റ്റിന് എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്ത പ്രോജക്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്ലാൻ ഓഫ് ആക്ഷൻ പറയുന്ന പേരാണ് പ്രോജക്റ്റ് റിപ്പോർട്ട്. ക്ലിയർ. എങ്ങനെയാണ് ഇതിനെ നമ്മൾ നടപ്പിൽ വരുത്തുക ഈ പ്രോജക്റ്റിനെ അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ലാൻഡ് അക്വയർ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ബിസിനസ് ആദ്യം ഫോം ചെയ്യണോ, രജിസ്ട്രേഷൻ ചെയ്യണോ, കമ്പനി ഫോം ചെയ്യണോ. ക്ലിയർ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ. അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സമ്മറിയാണ്. ഇതിനെക്കുറിച്ച് അവസാന ചാപ്റ്ററിലൊക്കെ വരുമ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ക്ലിയർ. അപ്പോൾ അതിൽ ബ്രീഫ് ക്ലിയർ ഒരു എക്സിക്യൂട്ടീവ് സമ്മറി ഉണ്ടാവും, എന്ത് പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, ആരാണ് ഓൺട്രപ്രണർ. ക്ലിയർ. അതുപോലെ തന്നെ എന്താണ് ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണ്, എന്ത് രീതിയിലാണ് ക്യാപിറ്റൽ ചെയ്യുക. ക്ലിയർ. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ലൊക്കേഷൻ എവിടെയായിരിക്കും, സൈറ്റ് എങ്ങനെ വേണം, ക്ലിയർ, പ്ലാന്റ് സൈസ് എന്തായിരിക്കണം, എവിടെ നിന്നാണ് അതിൻ്റെ ടെക്നോളജി കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്യണമെങ്കിൽ, വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് തരണം, ഒരു പ്രോജക്റ്റിൻ്റെ വർക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ, ഏതൊക്കെ സ്റ്റേജസിലൂടെ പോകും, അപ്പോൾ ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ്, ഈവൻറ്റ്സ് എന്തൊക്കെയാണ്, അതിനെ നമ്മൾ എങ്ങനെ സീക്വൻഷ്യലായിട്ട് കൊണ്ടുപോകാൻ പറ്റും, എത്ര സമയം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ബിസിനസ്സിൽ പ്രൊഡക്ഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു സ്കീമായിട്ട് കൊടുത്തിട്ടുണ്ടാവും, ഒരു ബ്ലൂ പ്രിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും, ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ. അതിനനുസരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് അവസാനം എന്ത് ചെയ്യണം, ഒരു പ്രോജക്റ്റ് ഇവാലുവേഷൻ ചെയ്തതാണ്. ക്ലിയർ. ഈ പ്രോജക്റ്റിനെ ഫോളോ അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോജക്റ്റിനെ ഫീഡ്ബാക്ക് എടുക്കണം, റിവ്യൂ ചെയ്യണം അല്ലേ. ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് വെറുതെ ഇരുന്നാൽ പറ്റില്ല അല്ലേ, ഓരോ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ക്ലിയർ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അത് കഴിയുന്ന സമയത്തും അതിൻ്റെ ഇടയിലൊക്കെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ ശേഷം അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, നമ്മൾ പ്ലാൻ ചെയ്തത് എന്തായിരുന്നു, ശരിക്കും ഉദ്ദേശിച്ച സമയം കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ അല്ലേ, കോസ്റ്റ് ഓവർ റൺ വന്നിട്ടുണ്ടോ, ടൈം ഓവർ റൺ വന്നിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അടുത്തൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ചെയ്യണം. ക്ലിയർ. ഇത്രയും സ്റ്റേജസ് ഒക്കെ വരുന്നതാണ് ഒരു പ്രോജക്റ്റിൻ്റെ എന്ത് പറയുക, പ്രോജക്റ്റിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സ്റ്റേജസ് എന്ന് പറയും. അതിന് പ്രോസസ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് വേണമെങ്കിലും പറയും. ക്ലിയർ. അപ്പോൾ പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്, പ്രോജക്റ്റ് ഫോർമുലേഷൻ ഉണ്ട്, പ്രോജക്റ്റ് അപ്രൈസൽ വരുന്നുണ്ട്, പ്രോജക്റ്റ് സെലക്ഷൻ വരുന്നുണ്ട്, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്, ആൻഡ് പ്രോജക്റ്റ് ഇവാലുവേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ ഉണ്ട് കേട്ടോ. എന്താ ഈ പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ, PLC എന്ന് പറയും, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു പ്രോജക്റ്റിനും ലൈഫ് സൈക്കിൾ ഉണ്ട്. എന്താ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ, ഒരു പ്രോജക്റ്റ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലേ, അതിനുശേഷം അത് ഗ്രോ ചെയ്യും, മെച്യൂരിറ്റി ആവും അല്ലേ, പിന്നെ സാച്ചുറേറ്റഡ് ആവും, ഡിക്ലൈൻ ആവും. ഇത് നമ്മൾ പ്രോഡക്റ്റിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പ്രോജക്റ്റിന് കേസസ് വരുമ്പോൾ അതിന് 3 ഫേസ് ആയിട്ട് നമുക്ക് പറയാം. പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ്. ക്ലിയർ. ഇൻവെസ്റ്റ്മെൻറ്റിന് മുന്നേ നമ്മൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് കുറേയധികം വർക്കുകൾ ചെയ്തെടുക്കണം. ക്ലിയർ. അപ്പോൾ അതിനെ പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് എന്ന് പറയും. രണ്ടാമത്തത് കൺസ്ട്രക്ഷൻ ഫേസ് എന്ന് പറയും. ക്ലിയർ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പൈസ നമ്മൾ നിക്ഷേപിക്കുന്നു. നിക്ഷേപിക്കുക പറഞ്ഞാൽ എന്താ, ലാൻഡ് വാങ്ങിക്കുന്നു, ബിൽഡിംഗ് കെട്ടുന്നു, അല്ലെങ്കിൽ മെഷീനറി കൊണ്ടുവരുന്നു, ഇറക്റ്റ് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രോജക്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. മൂന്നാമത്തെ കേസസിൽ എന്ത് ചെയ്യണം, പ്രോജക്റ്റ് നോർമലൈസേഷൻ.
ക്ലിയർ. എന്ത് നോർമലൈസേഷൻ പ്രോജക്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ മുഴുവൻ കഴിഞ്ഞ ശേഷം അവിടെയുള്ള സ്റ്റാഫിനൊക്കെ ട്രെയിനിങ് കൊടുത്ത് മെഷീനറി എങ്ങനെ പ്രവർത്തിക്കണം, അല്ലേ, എന്താണ് ബിസിനസ്, എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മെഷീനറി എങ്ങനെയാണോ ചെയ്യുക, അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എംപ്ലോയീസിനെ ട്രെയിനിങ് കൊടുത്ത്, പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക, ക്ലിയർ, കമൻസ് ചെയ്യുക, അപ്പോൾ നോർമലൈസ് ചെയ്യുക, ക്ലിയർ, നോർമൽ ഓപ്പറേഷനിലേക്ക് മാറുക, ക്ലിയർ. അതോടുകൂടി പ്രോജക്റ്റ് നിന്നു, ക്ലിയർ. നോർമൽ ഓപ്പറേഷൻ വരുമ്പോൾ പിന്നെ എൻ്റർപ്രൈസായി, ബിസിനസ്സായി, ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് സ്റ്റേജിന് നോർമലൈസേഷൻ പറയും, ക്ലിയർ. ഈ 3 സ്റ്റേജ് അടങ്ങുന്നതിന് നമ്മൾ പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ എന്നാണ് പറയുക. പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ്, കൺസ്ട്രക്ഷൻ ഫേസ്, നോർമലൈസേഷൻ ഫേസ്, ക്ലിയർ. ഓക്കെ. എനിവേ നമ്മൾ അടുത്തത് സെലക്ഷൻ ഓഫ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നോക്കാം. ഇതിപ്പോൾ എൻ്റെ ഇടയിൽ പറഞ്ഞു പോയതാണ്. ബാക്കിയുള്ളതിൻ്റെ ഇടയിലുള്ള കുറേ കണ്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അല്ലേ. പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്താണ്, ഫീസിബിലിറ്റി അത് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക, ഓക്കെ. ഫീസിബിലിറ്റി കഴിഞ്ഞ ശേഷം പ്രോജക്റ്റ് അപ്രൈസൽ എങ്ങനെയാണ് ചെയ്യുക, ഓക്കെ. പ്രോജക്റ്റ് അപ്രൈസൽ ഏതൊക്കെ ടെക്നിക്സ് ഉണ്ട്, അതിൽ ഓരോ ടെക്നിക്കിൽ എങ്ങനെയാണ്. ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ EDP ടെക്സ്റ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ EDP ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുള്ള കുട്ടികൾക്ക് അറിയാൻ പറ്റും, ക്ലിയർ. അതിൽ അവരുടെ ടെക്സ്റ്റിൽ അവർക്ക് പഠിക്കാൻ പ്രോജക്റ്റ് അപ്രൈസലിൻ്റെ ടെക്നിക്സ് ഉണ്ട്, ഈ ഫീസിബിലിറ്റി സ്റ്റഡീനെ കുറിച്ചുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു, ക്ലിയർ. നിങ്ങളുടെ സിലബസിൽ അതിനെക്കുറിച്ച് കൊടുത്തില്ല, നമ്മുടെ ടെക്സ്റ്റിൽ വന്നിട്ടില്ല, ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ സ്കിപ്പ് ചെയ്യാണ്. പ്രോജക്റ്റ് സെലക്ഷനെ കുറിച്ച് പക്ഷെ പറയുന്നുണ്ട്, ക്ലിയർ. അപ്പോൾ പ്രോജക്റ്റ് സെലക്ഷൻ. So what is project selection? Selection of a project is the most critical decision to make, and after gathering a large number of project profiles, an entrepreneur should consider the following criteria for selecting a project. ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, അല്ലേ, കുറേ പ്രോജക്റ്റ് പ്രൊഫൈൽ. ഈ പ്രൊഫൈൽ അവിടെ നിന്ന് കിട്ടുക പ്രോജക്റ്റ് ഫോർമുലേഷൻ സമയത്ത് നമ്മൾ ഇതിനെ ബ്രീഫായിട്ട് സ്റ്റേറ്റ് ചെയ്യും, അല്ലേ. അതിനെയാണെന്ന് പറയുന്നത് പ്രോജക്റ്റ് പ്രൊഫൈലുകൾ എന്ന് പറയാം, ക്ലിയർ. ഇങ്ങനെ നമ്മളൊരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത്, ടെക്നിക്കൽ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് അതിനൊക്കെ പ്രസൻറ്റ് ചെയ്ത് ചെറിയൊരു സമ്മറൈസ്ഡ് വേർഷൻ ആക്കി വയ്ക്കുമ്പോൾ തന്നെ പ്രൊഫൈൽ ഓഫ്, അല്ലേ. നമ്മൾ ഇൻഡിവിജ്വൽ പ്രൊഫൈലൊക്കെ തയ്യാറാക്കില്ല, ബയോഡാറ്റ എന്ന് പറയില്ല ആളുടെ, അതുപോലെ ഒരു പ്രോജക്റ്റിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രൊഫൈൽ എന്ന് പറയും, ക്ലിയർ. അങ്ങനെ ആക്കി അതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ക്ലിയർ. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ വൈൽ സെലക്ടിങ് എ പ്രോജക്റ്റ്, ക്ലിയർ, ദ ഫോളോയിങ് ഷുഡ് ബി കൺസിഡർ. നമ്പർ 1, ഇൻവെസ്റ്റ്മെൻറ്റ്. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ? ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം, ക്ലിയർ. ഫസ്റ്റ് ഓഫ് ഓൾ, an entrepreneur should make sure that, clear, his position to what extent he or he is ready to invest, or he can invest it, ക്ലിയർ. ആൾക്ക് എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ആൾക്ക് അല്ലെങ്കിൽ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് ആദ്യം നോക്കണം, ക്ലിയർ. ചില പ്രോജക്റ്റുകൾക്ക് വലിയധികം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും, ചില പ്രോജക്റ്റുകൾക്ക് അത്രയും വേണ്ടി വരില്ല. അപ്പോൾ നമ്മളത് നോക്കണം, ക്ലിയർ. അപ്പോൾ പിന്നെ ആസ് വെൽ ആസ് ടു മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി ഓഫ് ദ ബിസിനസ്സിലെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വർക്കിംഗ് ക്യാപിറ്റൽ എത്രമാത്രം വേണ്ടി വരും, ക്ലിയർ. ആൻഡ് ദെൻ ഹി ക്യാൻ സെലക്ട് എ പർട്ടിക്കുലർ പ്രോജക്റ്റ്. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റിനെ കുറിച്ച് നോക്കണം, അത് കേപ്പബിൾ ആണോ അല്ലയോ എന്ന് നോക്കണം. ലൊക്കേഷൻ, അടുത്തായിട്ട് രണ്ടാമത് എന്ത് ചെയ്യണം, ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കൂടെ പരിഗണിക്കണം, അല്ലേ. എവിടെയാണ് ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുന്നത്, നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്രോജക്റ്റിന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് പ്രാധാന്യം ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ അത് സ്ഥാപിക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ടോ, ഇതൊന്നും ലൊക്കേഷൻ നോക്കാതെ ചെയ്ത് എന്ത് ചെയ്യും, ഒരു പ്രോജക്റ്റൊക്കെ നല്ലതാണെന്ന് പറയാൻ നമ്മൾ മെഷീനറിക്കൊക്കെ ഓർഡർ ചെയ്യും, മെഷീനറിയൊക്കെ ഓർഡർ ചെയ്യും, ലാൻഡൊക്കെ വാങ്ങിച്ച് ബിൽഡിങ്ങൊക്കെ കിട്ടും. മെഷീനറി കൊണ്ടുവന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പൊല്യൂഷനോ മറ്റോ എന്തെങ്കിലും റീസൺ വന്നു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും, സമരം ചെയ്യാൻ തുടങ്ങും. അതോടുകൂടി എന്താവും, പബ്ലിക് റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അല്ലേ, നമ്മൾ അവിടെ നിർത്തി വെക്കേണ്ടി വരും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുഴുവൻ വേസ്റ്റ് ആയിട്ട് പോകും, ക്ലിയർ. അപ്പോൾ അത് ഒഴിവാക്കണേ എന്ത് ചെയ്യണം, ലൊക്കേഷനെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കണം, ക്ലിയർ. സോ ലൊക്കേഷൻ ഓഫ് ദ പ്രോജക്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ദർ ക്യാൻ ബി എ സർട്ടൻ പ്രോജക്ട്സ് വിച്ച് ക്യാൻ ബി സ്റ്റാർട്ടഡ് ഓൺലി ഇൻ ഫ്രീ ട്രേഡ് സോൺസ്, ക്ലിയർ. ഫ്രീ ട്രേഡ് സോൺസിലോ അതുപോലെ തന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻ സോണുകളിലോ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എന്ന് പറയും, അങ്ങനെയുള്ള സ്പെഷ്യൽ എക്കണോമിക് സോൺസിലോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക് ആയുള്ള ചില ഇൻഡസ്ട്രീസ് ഉണ്ട്, ഓക്കെ. അതല്ലെങ്കിൽ ഗവൺമെൻറ് ആൾസോ പ്രൊവൈഡ് സർട്ടൻ എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ്, ടാക്സ് കൺസെഷൻ എക്സെട്ര ഇൻ സച്ച് യൂണിറ്റ്സ്, അല്ലേ. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഏരിയയിലോ ഇൻഡസ്ട്രിയൽ ഏരിയ, ഇൻഡസ്ട്രിയൽ പാർക്ക്, സ്പെഷ്യൽ എക്കണോമിക് സോൺ, അല്ലേ, SEZ എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ. അങ്ങനെയുള്ള സോണിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. സോ ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ദ എൻ്റർപ്രനർ ടു സെലക്ട് സച്ച് പ്രോജക്റ്റ്, ക്ലിയർ. അപ്പോൾ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ IT പാർക്കാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു IT പാർക്ക് ഉണ്ട്. നമുക്ക് IT പാർക്കിൽ
ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന നിലയിൽ അവിടെ കുറേയധികം ടാക്സ് കൺസെഷൻ ഇൻസെൻറ്റീവ് ഒക്കെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്, അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്, അല്ലേ, സ്പേസ് കിട്ടുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ശരി, അവിടെ പോയിട്ടൊരു ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുമോ? അവിടെ പെർമിറ്റ് ചെയ്യുന്ന കുറച്ച് ഇൻഡസ്ട്രീസേ ഉള്ളൂ. ക്ലിയർ? മേ ബി ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അവിടെ പെർമിഷൻ ഉണ്ടാവും. ക്ലിയർ? അതുപോലെ തന്നെ IT റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ ആണെങ്കിൽ അവിടെ പ്രവേശനം ഉണ്ടാവും. അതല്ലെങ്കിലോ ഉണ്ടാവില്ല. IT പാർക്കാണ്, അല്ലേ, ഇൻഫർമേഷൻ ടെക്നോളജി പാർക്കാണ്. അപ്പോൾ അവിടെ പ്രവേശനം ലഭിക്കുന്ന ഇൻഡസ്ട്രീസ് അല്ലേ റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലേ, അവിടുത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ കേസസ് യോജിച്ചതാണോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ലൊക്കേഷൻ. ക്ലിയർ? സോ അവൈലബിലിറ്റി ഓഫ് ബിഗ് കൺസ്യൂമേഴ്സ് മാർക്കറ്റ്സ് ഇൻ നിയർ ബൈ ഏരിയ ഈസ് ആൾസോ അഫക്റ്റ് ദി പ്രോജക്റ്റ്, അല്ലേ. ചില പ്രോഡക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കൺസ്യൂമേഴ്സിൻ്റെ അവൈലബിലിറ്റി വളരെ പ്രധാനമാണ്. എന്താ കാരണം? അത് പ്രൊഡ്യൂസ് ചെയ്ത ഉടനെ പെരിഷബിൾ ഗുഡ്സ് ഒക്കെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എവിടെയാണോ കൺസ്യൂമേഴ്സ് ഉള്ളത് അവിടെ അതിന് നിയർ ബൈ ആയിട്ട് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം, അല്ലേ. അപ്പോൾ അവിടെ യോജിച്ച തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയെ നമുക്ക് അവിടെ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു പ്രോജക്റ്റിനെ സെലക്ട് ചെയ്യാം. ക്ലിയർ? സോ നെക്സ്റ്റ് വൺ ഈസ് ടെക്നിക്കൽ നോളേജ്. ഫേമിൻ്റെ ടെക്നിക്കൽ നോളേജ് എന്താണ്? ക്ലിയർ? സോ അവൈലബിലിറ്റി ഓഫ് ദി ടെക്നിക്കൽ നോളേജ് ഓഫ് എൻ എൻ്റർപ്രണർ ഹെൽപ്സ് ഹിം ടു സെലക്ട് എ പ്രോജക്റ്റ് in that particular field, അല്ലേ. ടെക്നിക്കൽ നോളേജ് ഓഫ് ദ ഓൺട്രപ്രണർ, അയാൾക്ക് ഓൺട്രപ്രണർക്ക് ഏത് മേഖലയിലാണോ ടെക്നിക്കൽ നോളേജ് ഉള്ളത് ആ രീതിയിലുള്ളൊരു ബിസിനസ് തുടങ്ങാൻ അയാൾക്ക് നോർമലി മറ്റാരുടെയും അഭിപ്രായമൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, അല്ലേ. അയാൾക്കറിയാം ഇത് പ്രോഫിറ്റബിൾ ആവോ ഇല്ലയോ, ഇതിന് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഏരിയ നോക്കണം. അയാളുടെ ടെക്നിക്കൽ നോളേജുമായി ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റാണോ ബിസിനസ്സാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്, അല്ലേ. നമ്മൾ നോളേജുമായിട്ട് ബന്ധമില്ലാത്ത ഒരെണ്ണമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ക്ലിയർ? സോ ഇഫ് എൻ എൻ്റർപ്രണർ ഹിംസെൽഫ് ഗെയിൻഡ് substantial amount of experience in a particular project, then he can very well select a project, അല്ലേ. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ എന്തായിരിക്കും, എല്ലാ കാര്യത്തിനും മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യണം. പലപ്പോഴും നമ്മൾ ചീറ്റ് ചെയ്യാനോ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാനോ ഒക്കെ സാധ്യതയുണ്ട് എൻ്റർപ്രണർ. ക്ലിയർ? അപ്പോൾ എൻ്റർപ്രണർക്ക് അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പർട്ടിക്കുലർ ടെക്നിക്കൽ നോളേജ് ഉള്ള പ്രോജക്റ്റുകൾ മാത്രം സെലക്ട് ചെയ്യേണ്ടി വരും. ക്ലിയർ? അതല്ല ഇനിയിപ്പോൾ ടെക്നിക്കൽ അയാൾക്ക് നോളേജ് ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ, TCOs, അല്ലേ, അതുപോലെ ഗവൺമെൻറ് ഏജൻസികൾ, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ, ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ നമുക്ക് എടുക്കാം, കൺസൾട്ടൻസിയൊക്കെ ചോദിക്കാം. ക്ലിയർ? ഓക്കെ. എനിവേ ഇപ്പോൾ ടെക്നിക്കൽ നോളേജ് കൂടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ പ്രോഫിറ്റബിലിറ്റി, ക്ലിയർ, പ്രോജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിച്ചിട്ട് വേണം ഈ പ്രോജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണോ വേണ്ടയോ, അല്ലെ. നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എങ്ങനെ കിട്ടും, ക്യാഷ് ഫ്ലോ എബിലിറ്റി എന്തായിരിക്കും, പേ ബാക്ക് പീരീഡ് എന്തായിരിക്കും. ക്ലിയർ? ഇതൊക്കെ മെത്തേഡൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോജക്റ്റ് ഏറ്റവും നല്ല പേ ബാക്ക് കിട്ടുന്ന, അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രോജക്റ്റ് അപ്രൈസൽ കഴിഞ്ഞാൽ നമുക്കറിയാം പേ ബാക്ക് എത്ര കിട്ടും, എത്ര വർഷം കൊണ്ട് നമ്മൾ ഒറിജിനൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ തിരിച്ച് കിട്ടും, ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് പേ ബാക്ക് ഏറ്റവും കുറഞ്ഞുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ കിട്ടുന്ന IRR ARR ഒക്കെ വരുന്ന പ്രോജക്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനെ നോക്കി പ്രോഫിറ്റബിലിറ്റി നോക്കിയിട്ട് വേണം ഐഡൻറ്റിഫൈ ചെയ്യാം. റിസ്ക്, ചില പ്രോജക്റ്റുകൾക്ക് റിസ്ക് കൂടുതലായിരിക്കും, ചിലതിന് റിസ്ക് കുറവായിരിക്കും, അല്ലേ. അപ്പോൾ ഓൺട്രപ്രണർ റിസ്ക് ഏറ്റെടുക്കാൻ എത്രമാത്രം തയ്യാറാണെന്ന് നോക്കി അദ്ദേഹത്തിൻ്റെ റിസ്ക് ആപ്പിറ്റൈറ്റിന് അനുസരിച്ചുള്ളൊരു പ്രോജക്റ്റ് വേണം സെലക്ട് ചെയ്യാൻ, അല്ലാതെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ക്ലിയർ? ദെൻ അവൈലബിലിറ്റി ഓഫ് മാർക്കറ്റ്, ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്തു, ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അതിൻ്റെ പ്രോഡക്റ്റ് വിൽക്കുന്നതിന് ഇവിടെ മാർക്കറ്റില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ദൂര സ്ഥലത്തോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വിൽക്കേണ്ടത് വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടായിട്ട് മാറും. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്തുകൂടെ നോക്കണം? മാർക്കറ്റ് ഉണ്ടോ, ഡിമാൻഡ് ഉണ്ടോ, സർപ്ലസ് ഡിമാൻഡ് ഉണ്ടോ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിമാൻഡിൻ്റെ സ്കേഴ്സിറ്റി അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടോ, ഇതൊക്കെ നോക്കണം. ക്ലിയർ? എന്നിട്ട് അതിന് യോജിച്ച തരത്തിലുള്ള ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവായിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖല നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ആ മേഖലയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും അതിനെ അബ്സോർബ് ചെയ്യാനുള്ള കൺസ്യൂമർ ഡിമാൻഡ് ഉണ്ടാവും. അതല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ ഓവർകം ചെയ്തിട്ടാണ് നമുക്ക് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ, അല്ലേ. പ്രത്യേകിച്ച് ഒരു MSMEക്കാണ് തുടങ്ങുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റാതെ വരും. ക്ലിയർ? ഇനീഷ്യൽ പീരീഡിൽ. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് പരിഗണിക്കണം.
കോമ്പറ്റീഷൻ അല്ലേ, എത്രമാത്രം കോമ്പറ്റീഷൻ നമ്മുടെ മാർക്കറ്റിലുണ്ട്, വളരെ ലാർജ് നമ്പർ ഓഫ് പ്ലെയേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ കുറച്ച് ഫ്യൂ പ്ലെയേഴ്സ് മാത്രമേ ഉള്ളൂ, ക്ലിയർ. കോമ്പറ്റീഷൻ എക്സ്റ്റെൻഡ് എന്താണ്, ഹൈലി കോമ്പറ്റീറ്റീവ് ആണോ, അതല്ല നോർമലായിട്ടുള്ളൊരു കോമ്പറ്റീഷനേ ഉള്ളൂ. അപ്പോൾ കോമ്പറ്റീഷൻ അളവ് നോക്കി കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ. ചിലപ്പോൾ റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും, അപ്പോൾ എല്ലാവരും അത് തന്നെ ചൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഷെയർ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേ പോകും അല്ലേ. ഇതിപ്പോൾ കുറച്ച് വളരെ മൈന്യൂട്ടായിട്ടുള്ള മാർക്കറ്റ് ഷെയർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, ക്ലിയർ. ആകെ ഡിമാൻഡിന് നമ്മൾ എല്ലാ കമ്പനികളും കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്, വിൽക്കാൻ പറ്റുന്ന സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫർദറായിട്ട് എക്സ്പാൻഡ് ചെയ്യാനോ ഡൈവേഴ്സിഫൈ ചെയ്യാനോ അല്ലെ മോഡേണൈസ് ചെയ്യാനോ ഒന്നും പറ്റാത്ത രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ ലോ കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത് പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യാൻ. ഗവൺമെൻറ് പോളിസി എന്താണ് അല്ലേ, ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്താണ്, അനുകൂലമാണോ പ്രതികൂലമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ടറിന് ഗവൺമെൻറ് പ്രയോറിറ്റി നൽകുന്നുണ്ടോ അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോഴൊക്കെ നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലേ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് ആയിരക്കണക്കിന് 10,000-കണക്കിന് കോടി രൂപയാണ് എന്ത് ചെയ്യുന്നത്, നൽകുന്നത്, ക്ലിയർ. അപ്പോൾ അതുകൂടെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബിസിനസ് സെലക്ട് ചെയ്യാൻ. So while making a selection of the project, clear, or selection of the business idea, we need to make clear an analysis and appraisal into the relevant clear government policies. ഇപ്പോൾ ഗവൺമെൻറ് പോളിസീസിനനുസരിച്ചുകൊണ്ട് എന്ത് സംഭവിക്കും, ഒരു പ്രോജക്റ്റിൻ്റെ സക്സസബിലിറ്റി അല്ലേ, സക്സസ് ഫാക്ടറാണത്. കാരണം ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റ് നമുക്ക് വിജയിച്ച് കൊണ്ടുവരാൻ പറ്റും, അതില്ലെങ്കിൽ പ്രോജക്റ്റ് ചിലപ്പോൾ ഫെയിലായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് പോളിസി എന്താണ്, ഇൻഡസ്ട്രിയൽ പോളിസി എന്താ, ട്രേഡ് പോളിസി എന്താ, ക്ലിയർ, അതിനുള്ള സ്കോപ്പ് എന്താണ്, ഇൻസെൻറ്റീവ് സിസ്റ്റം എന്തൊക്കെയാണ്, എന്തെല്ലാം തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് ലഭ്യമാണ് അല്ലേ, ഏതെല്ലാം പ്രോജക്റ്റുകൾക്കാണ് ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നത്, ക്ലിയർ. അത് ടെക്നോളജി ഓറിയൻറ്റഡ് ആണോ അതോ സാധാരണ നോർമൽ പ്രോജക്റ്റുകൾക്ക് കിട്ടുന്നുണ്ടോ, ക്ലിയർ. ലാർജ് സൈസ് പ്രോജക്റ്റിനാണോ സ്മോൾ സൈസ് പ്രോജക്റ്റ് ആണോ, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് അല്ലേ. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോജക്റ്റുകൾക്കാണോ അതോ വില്ലേജ് ഇൻഡസ്ട്രീസ്, ഖാദി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ റൂറൽ ഇൻഡസ്ട്രി അതിനാണോ പ്രാധാന്യം നൽകുന്നത്, അവിടെയാണോ നമുക്ക് ഫീസിബിൾ, ഇങ്ങനെയുള്ള ഒട്ടനവധി ഘടകങ്ങൾ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കി, അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, മാനേജറൽ അസിസ്റ്റൻസ് അല്ലേ, ഇതെല്ലാം ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിനുള്ള ഏജൻസീസും ഓർഗനൈസേഷനും ഉണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. അങ്ങനെയുള്ള മെക്കാനിസം അതെല്ലാം നോക്കിയിട്ട് ഏറ്റവും നല്ല ഒരു പ്രോജക്റ്റ് ഏതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയായിരിക്കും ഏറ്റവും നല്ലത്, ക്ലിയർ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഒരു പ്രോജക്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ, ക്ലിയർ. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന പ്രോജക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, ക്ലിയർ. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറേ വീണ്ടും കാര്യങ്ങൾ ചെയ്യണം, ക്ലിയർ, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായി. എനിവേ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരം ഫാക്ടേഴ്സ്, ക്രൈറ്റീരിയ കൂടെ അല്ലെങ്കിൽ ഇത്തരം ഘടകങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം.